ഇറാനിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. ട്രംപ് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിന് ശേഷം ഇനിയും തുടർന്ന് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ ചൈനയ്ക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. നിലവിൽ ഇറാന്റെ ഉപരോധം മാറ്റിയെന്നും ഇനി മുതൽ ഇറാനിൽ നിന്നും ചൈനയ്ക്ക് എണ്ണ വാങ്ങാനുള്ള കാര്യം ചൈനയെ അറിയിച്ചിരിക്കുന്നു. ഇറാന്റെ മുക്കാൽ ഭാഗം വരുന്ന വരുമാനവും എണ്ണ വിൽപ്പനയിൽ നിന്നുമായിരുന്നു. അമേരിക്കയുടെ ഉപരോധം മുൻനിർത്തി ഇറാന്റെ വരുമാനം കട്ട് ചെയ്യുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അത്തരം ചെയ്തികൾ ഹോർമുസ് കടലിടുക്ക് മുതൽ മിഡിൽ ഈസ്റ്റും കടന്ന് ചൈനയും നമ്മൾ ഇന്ത്യക്കാരെയും വരെ ബാധിക്കുന്ന ഒന്നായി മാറിയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. ഏകദേശം 14% ക്രൂഡ് ഓയിലാണ് ചൈന ഇറാനിൽ നിന്നും മാത്രം വാങ്ങുന്നത്. US സാങ്ഷൻ ഒഴിവാക്കിക്കൊണ്ട് മലേഷ്യ, UAE, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുമായും ചൈനയെ മാസ്ക് ചെയ്തുകൊണ്ട് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. 2022 ജൂൺ വരെയാണ് ചൈന ഇറാനിൽ എണ്ണ ഒഫീഷ്യലായി ഇറാനിൽ നിന്നും വാങ്ങിയത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്ഷൻ മറികടന്നുകൊണ്ട് ചൈന ഡാർക്ക് ഫ്ലീറ്റ് ഷിപ്പുകൾ വഴിയാണ് ഓയിൽ ചൈന കടത്തി വരുന്നത്. ഡാർക്ക് ഫ്ലീറ്റ് ഷിപ്പ് എന്നാൽ ഇത്തരം ഷിപ്പുകൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും എണ്ണ കടത്താൻ ഉപയോഗിക്കുന്നു. UAEയുടെ കാർഗോ ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുക എങ്കിലും എണ്ണ വാങ്ങുന്നത് ഇറാനിൽ നിന്നായിരിക്കും. ഇത്തരം ഷിപ്പുകളെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമല്ല. കടലിൽ വെച്ച് തന്നെ ഷിപ്പ് ടു ഷിപ്പ് ചരക്ക് കൈമാറ്റം ചെയ്യുന്നു. അതുവഴി ചരക്കിന്റെ ഉറവിടം കണ്ടെത്താൻ വളരെ പ്രയാസമായിരിക്കും. ഹോർമുസ് കടലിടുക്കിൽ മാത്രമല്ല ഇസ്രായേൽ ഇറാൻ സംഘർഷം ബാധിച്ചത്. ഇറാന്റെ അതിർത്തി പങ്കിടുന്ന സൗത്ത് കോക്കസിൽ സ്ഥിതി ചെയ്യുന്ന അർമേനിയയുടെ വ്യാപാരവും വലിയ പ്രതിസന്ധിയിലായി. അർമേനിയ എന്ന രാജ്യത്തിന് പുറം ലോകവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായി അർമേനിയ ആശ്രയിച്ചിരുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ വഴിയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയിരുന്നത്. അർമേനിയ ഇറാൻ ചരക്ക് നീക്കം ചെയ്യുന്ന ഇരു രാജ്യങ്ങളുടെയും അതിർത്തി ഇടനാഴിയാണ് സങ്കേസൂർ കൊറിഡോർ. സംഘർഷം കടുത്തപ്പോൾ റഷ്യയും അസർബൈജാനും അർമേനിയക്ക് കടുത്ത പ്രഷറാണ് കൊടുത്തിരുന്നത്. കാരണം തുർക്കി അസർബൈജാൻ ബോർഡർ അടച്ചിട്ടതോടെ യൂറോപ്പിലേക്ക് അർമേനിയക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇറാൻ അർമേനിയ ബോർഡറായ സങ്കേസൂർ ഇടനാഴി തുറന്നുകൊടുത്ത് അർമേനിയക്ക് പുറംലോകവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ ഇറാൻ സഹായിച്ചിരുന്നു. അസർബൈജാന്റെ വ്യാപാരവും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തോടെ ആകെ കുഴപ്പത്തിലായിരുന്നു. പ്രത്യേകിച്ച് നോർത്ത് സൗത്ത് കൊറിഡോർ. ഈ ഇടനാഴി വഴിയാണ് ഇറാൻ വഴി ഏഷ്യയിൽ നിന്നും വരുന്ന ചരക്കുകൾ അസർബൈജാനിൽ നിന്നും റഷ്യയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ റഷ്യയുടെ മേലുള്ള സാങ്ഷൻ മറികടക്കുന്നത് നോർത്ത് സൗത്ത് കൊറിഡോർ വഴിയാണ്. അതോടൊപ്പം തന്നെ ഇറാനും റഷ്യയ്ക്കും ഇടയിൽ വരുന്ന ഇരുകൂട്ടരുടെയും വ്യാപാരം നടത്തിയിരുന്നത് ട്രാൻസ് കാസ്പിയൻ വഴിയാണ്. ഈ ഇടനാഴി 2024 വികസിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ഇറാൻ ബന്ധം വഷളായപ്പോൾ കൂടുതൽ ബാധിച്ചത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന അർമേനിയയെയും അസർബൈജാനെയും റഷ്യയുമായിരുന്നു. എന്തിനിത്ര പറയുന്നു, സെൻട്രൽ ഏഷ്യയിലും സൗത്ത് കോക്കസിലെയും വ്യാപാരത്തെ മൊത്തം ബാധിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ എന്ന രാജ്യത്തിന്റെ ശക്തമായ പ്രാധാന്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇറാൻ അത്ര വലിയ ഡെവലപ്ഡ് രാജ്യമല്ലെങ്കിലും ഇറാനിൽ സംഘർഷം ഉടലെടുക്കുന്നത് ഏഷ്യയും ലോകത്തെയും ബാധിക്കും. കാരണം കരമാർഗമായാലും കടൽ മാർഗമായാലും ഏഷ്യ, സെൻട്രൽ ഏഷ്യ, യൂറോപ്പ് എന്നീ മേഖലകളെ ബന്ധിപ്പിക്കും. ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കണ്ണിയായി ഇറാൻ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുത തന്നെയാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം.